നിങ്ങൾ ഇത്രയും വൃത്തികെട്ടവരാണെന്ന് ഞാൻ എനിക്കൊന്നും അറിഞ്ഞൂടാ. ചെറുക്കന്റെ അച്ഛൻ പണം കൊടുക്കാൻ പറഞ്ഞ പണം കൊടുക്കാനല്ലേ പറഞ്ഞോളൂ. തന്നോടെയാണ് ഭാര്യയെ കയറി പിടിക്കാൻ പറഞ്ഞോ? ഭാര്യ കയറി പിടിച്ചോ? എടോ താരം മാത്തച്ഛന്റെ ഭാര്യയെ കയറി പിടിച്ചില്ലേ? അയ്യോ, ഞാൻ അയാളുടെ ഭാര്യയെ കണ്ടിട്ട് പോലും ഇല്ല പ്രജിത്ത. ഇന്നാണ് ഒരുത്തൻ ഇവിടെ കയറികളെ ഇടിച്ചില്ലേ? ആ ചുമ്മാതല്ല, ഇയാളാണ് വീട്ടിൽ കയറി വല്ല തോന്നിയാ ഒരു പെണ്ണിനെ കയറി ഉമ്മം വെച്ചിട്ട് അവളെ കണ്ടിട്ടില്ല പോലും. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല പ്രജിത്ത. കാശും കൊണ്ട് മാത്തച്ഛന്റെ മുറി കയറി ചെന്നിട്ട് സ്വർണ്ണമേ കയറി പിടിച്ച എന്തിനാന്നാ ചോദിക്കുന്നേ? ഞാൻ കാശ് കൊണ്ട് ആരുടെ മുറി പോയിട്ടില്ല, ആരെ കയറി പിടിച്ചിട്ടില്ല. നിങ്ങളോട് ആരെയും നുണയൊക്കെ പറഞ്ഞു തന്നത്? അവനെ ഇങ്ങോട്ട് വിളിക്ക്, കൂട്ടിരുത്തി ചോദിക്കാം. ഒരുവിധം ഒതുക്കി വിട്ടതാ. ഇനി എല്ലാരെയും കൂട്ടി നിർത്തി നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ അറിയിക്കണോ? അറിയണമെങ്കിൽ അറിയട്ടെ. എനിക്ക് ഇന്ന് തന്നെ ഇതിന്റെ സത്യാവസ്ഥ അറിയണം. 40-40 വർഷമായി ഈ മനുഷ്യന്റെ കൂടെ ഞാൻ പൊറുക്കുന്നു. ഇന്ന് വരെ എന്റെ മുഖത്ത് പോലും ശരിക്കും നോക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ ഇതെന്താണോ തന്നെ നെറ്റി ചുമന്നിരിക്കുന്നത്? അത് നെറ്റിയൊന്നും ചോര പിടിച്ചു. ചോരയ്ക്ക് ഒരു വാസന. അത് നല്ല മനസ്സുള്ളവരുടെ ചോരയ്ക്ക് ചിലപ്പോ വാസന ഉണ്ടാവും. അങ്ങനെയാണ് ഇവിടെ ചോര നാറണല്ലോ. ആ മാത്തച്ഛനെ ഇങ്ങോട്ട് വിളിക്കേ. ഇങ്ങോട്ടൊന്നും വിളിക്കണ്ട, നമുക്ക് അങ്ങോട്ട് പോയി ചോദിക്കാം. എന്നാ വാ, സത്യം അറിഞ്ഞിട്ട് വാ.